അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള തർക്കം പുതിയ തലത്തിലേക്ക്. വെനസ്വേലയുമായി ബന്ധമുള്ള റഷ്യൻ എണ്ണക്കപ്പൽ അമേരിക്കൻ സേന പിടിച്ചെടുത്തപ്പോൾ അതിൽ കുടുങ്ങിയത് 3 ഇന്ത്യൻ ജീവനക്കാർ കൂടിയാണ്. റഷ്യൻ പതാകയുള്ള കപ്പൽ പിടിച്ചെടുത്തത് കടൽ കൊള്ളയാണെന്നും ഇതിന് ആണവായുധം കൊണ്ട് മറുപടി നൽകാൻ മടിക്കില്ല എന്നും മോസ്കോ മുന്നറിയിപ്പ് നൽകുമ്പോൾ ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് കപ്പലിലെ ജീവനക്കാരുടെ വിധിയിലേക്കാണ്. അവർക്ക് എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിലാണ്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ചാണ് റഷ്യൻ പതാകയുള്ള മാരിനേര എന്ന എണ്ണക്കപ്പൽ US കോസ്റ്റ് ഗാർഡും സൈന്യവും ചേർന്ന് പിടിച്ചെടുത്തത്. ആഴ്ചകൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ ബ്രിട്ടീഷ് വ്യോമത്താവളങ്ങളുടെ സഹായത്തോടെയായിരുന്നു ഈ ഓപ്പറേഷൻ. കപ്പലിലുണ്ടായിരുന്ന 28 ജീവനക്കാരും ഇപ്പോൾ അമേരിക്കൻ കസ്റ്റഡിയിലാണ്. ഇതിൽ 17 ഉക്രൈൻകാരും 6 ജോർജിയക്കാരും 1 റഷ്യൻ ക്യാപ്റ്റനും ഉൾപ്പെടുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം ഈ കപ്പലിലെ ജീവനക്കാരിൽ 3 പേർ ഇന്ത്യൻ പൗരന്മാർ ആയിരുന്നു എന്നതാണ്. കസ്റ്റഡിയിലെടുത്ത ജീവനക്കാരോട് മാനുഷികമായ പരിഗണന കാണിക്കണമെന്നും അവരെ എത്രയും വേഗം വിട്ടയക്കണമെന്നും റഷ്യ ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവരെ എപ്പോൾ വിട്ടയക്കണമെന്ന കാര്യത്തിൽ വാഷിംഗ്ടൺ ഇതുവരെ തന്നെ വ്യക്തമായ മറുപടി ഒന്നും തന്നെ നൽകിയിട്ടില്ല. ബെല്ല 1 എന്ന് മുൻപ് പേരുണ്ടായിരുന്ന ഈ കപ്പലിനെ വെനസ്വേലയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. റഷ്യൻ നാവിക ആസ്തികളെ വേട്ടയാടാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കപ്പൽ പിടിച്ചെടുക്കൽ. ഇതിനായി ഐസ്ലാൻഡിനും UK-ക്കും ഇടയിലുള്ള സമുദ്രഭാഗത്ത് വെച്ച് റോയൽ എയർഫോഴ്സ് വിമാനങ്ങൾ കപ്പലിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അമേരിക്ക നടത്തിയതെന്നാണ് റഷ്യയുടെ വാദം. ഈ സംഭവത്തോട് അതീവ ഗൗരവത്തോടെയാണ് റഷ്യ പ്രതികരിച്ചിരിക്കുന്നത്. റഷ്യൻ പാർലമെന്റ് അംഗമായ അലക്സി ഷുറാബ്ലെവ് ഈ നടപടിയെ പൂർണ്ണമായ കടൽക്കൊള്ള എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത്. റഷ്യൻ പതാകയുള്ള ഒരു കപ്പൽ പിടിച്ചെടുക്കുന്നത് റഷ്യൻ മണ്ണിൽ അധിനിവേശം നടത്തുന്നതിന് തുല്യം തന്നെയാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആവശ്യമെങ്കിൽ ആണവായുധങ്ങൾ ഉപയോഗിച്ച് ഇതിന് മറുപടി നൽകാൻ തങ്ങളുടെ സൈനിക നയം അനുവദിക്കുന്നുണ്ടെന്ന കടുത്ത മുന്നറിയിപ്പാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കേവലം ഒരു കപ്പൽ പിടിച്ചെടുക്കൽ എന്നതിലുപരി 2 വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുമോ എന്നാണ് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ കസ്റ്റഡിയിലുള്ള 3 ഇന്ത്യക്കാരുടെയും സുരക്ഷ, അവരുടെ മോചനവുമാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ സാധാരണക്കാരായ ജീവനക്കാരുടെ ഭാവി എന്താകുമെന്നത് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 5 മലയാളം.